കണ്ണൂർ പെരിങ്ങത്തൂരിലെ +2 വിദ്യാർത്ഥി ശിവസൂര്യയെ കാണാതായിട്ട് 8 ദിവസമായി. മൊബൈൽ ഫോൺ ഉപയോഗം വിലക്കിയതിനെ തുടർന്നാണ് വിദ്യാർത്ഥി നാടുവിട്ടത്. കാശിയിലേക്ക് പോകുന്നുവെന്നും ഇനിയുള്ള ജീവിതം അവിടെയാണ്, ദൈവത്തോടലിയുമെന്നും കുറിപ്പെഴുതി വെച്ചാണ് ശിവസൂര്യ വീട് വിട്ടുപോയത്. എത്രയും വേഗം കുട്ടിയെ കണ്ടെത്താൻ ഇടപെടൽ വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. എൻ്റെ മകൻ ശിവസൂര്യയെ കാണാതായിട്ട് ഇന്നേക്ക് 6ാമത്തെ ദിവസമാണ്. പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വന്നത് ഇപ്പോൾ കണ്ണൂർ കളക്ടറേറ്റ് കണ്ടിട്ട് ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കാര്യക്ഷമമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച 8-ാം തീയതി വീട്ടിൽ അവനും അവൻ്റെ അനിയത്തിയും മാത്രമേ ഉണ്ടായിരുന്നു. ബന്ധുവീട്ടിലേക്ക് പോയിട്ടുണ്ടാവുമോ എന്നുള്ള രീതിയിൽ നമ്മളൊരു 4-4:30 വരെ കാത്തു നോക്കി. അവിടെ ഒന്ന് എത്താനുള്ള സമയമായിട്ട് അവിടെ എത്താതെ കൊണ്ടാണ് നമ്മൾ പോലീസിൽ അറിയിച്ചത്. ഇന്നലെ സ്കൂൾ PTA ഇതിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഈ കുട്ടിയെ കാണാതായ ദിവസം മുതൽ നമ്മൾ ഈ വാർത്ത നൽകുന്നുണ്ട്. ഇപ്പോൾ ദിവസം 8 ആയിരിക്കുന്നു. പോലീസ് അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ കുട്ടി കാശിയിലേക്ക് പോകുന്നു എന്ന് തന്നെ എഴുതി വെച്ചാണ് പോയിരിക്കുന്നത്. അവിടേക്ക് പോലീസ് സംഘം നീങ്ങിയിട്ടുണ്ടോ അർജുൻ? സ്മൃതി, തീർച്ചയായിട്ടും സാധ്യമാവുന്ന എല്ലാ പരിശോധനകളും നടത്തുന്നു, അല്ലെങ്കിൽ അന്വേഷണം ആ തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിശദീകരണം. പക്ഷേ ഇപ്പോഴും കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കാര്യമായ എന്തെങ്കിലും ഒരു സൂചന എങ്ങോട്ട് പോയി, അല്ലെങ്കിൽ എവിടെയാണ് ഇപ്പോൾ കുട്ടിയുള്ളത്, അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് കുട്ടി സഞ്ചരിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ പോലീസിന് ഒരു വ്യക്തതയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇതിനകത്ത് കാണേണ്ടുന്നത്. ഒരു സൂചന പോലും ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കുടുംബം വലിയ മാനസിക പ്രയാസത്തിൽ തന്നെയാണ് കഴിയുന്നത്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകുകയാണ്. പോലീസിന്റെ അന്വേഷണം ഒരു പടി കൂടി ഊർജിതമാക്കിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ഈ കേസിന്റെ അന്വേഷണത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. കുട്ടിയെ എഴുതി വെച്ചിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: താൻ കാശിയിലേക്കാണ് പോകുന്നത്, അവിടെ എത്തി തൻ്റെ ഇനിയുള്ള ജീവിതം അവിടെ ദൈവത്തിൽ ലയിക്കും എന്നുള്ള ഒരു വാചകം എഴുതി വെച്ച്, അല്ലെങ്കിൽ ചെറിയൊരു വൈറ്റ് പേപ്പറിനകത്ത് അങ്ങനെയുള്ള ഒരു 2 വരി കുറിപ്പ് എഴുതി വെച്ചാണ് ഈ കുട്ടി പോയത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് ഈ കുട്ടി നിന്നിരുന്ന ആ വീട്ടിലെ റൂമിനകത്ത് പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനൊരു കുറിപ്പ് ലഭിക്കുന്നത്. പിന്നീടാണ് ഇത് പോലീസിന് കൈമാറുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമൊക്കെ നടക്കുന്നത്. പോലീസ് ആ സമയത്ത് ഈ പെരിങ്ങത്തൂർ ഈ പറയുന്ന കുട്ടിയുടെ വീട്ടിൽ നിന്നും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാരണാസി ഭാഗത്തേക്ക്, അല്ലെങ്കിൽ കാശി ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തി. റെയിൽവേ സ്റ്റേഷനിലുള്ള ബസ് സ്റ്റാൻഡുകളിലുള്ള CCTV പരിശോധനകളൊക്കെ നടത്തി. പക്ഷേ അവിടെ നിന്നും കാര്യമായ രീതിയിലുള്ള വലിയ തെളിവുകളൊന്നും തന്നെ, അല്ലെങ്കിൽ ചില സൂചനകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇതിനകത്ത് കാണേണ്ടത്. എന്തായാലും ശിവസൂര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 8 ദിവസമായിട്ടും കാര്യമായ രീതിയിലുള്ള ഒരു സൂചന പോലും പോലീസിന് ലഭിക്കുന്നുമില്ല. കുടുംബം വലിയ രീതിയിലുള്ള മാനസിക പ്രയാസത്തിലാണ്. കാരണം മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചു, അല്ലെങ്കിൽ മൊബൈൽ ഗെയിമുമായി ബന്ധപ്പെട്ട് അതിൽ അഡിക്റ്റായ കാരണത്താൽ രക്ഷിതാക്കൾ ഈ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചു എന്നതിന്റെ കാരണം കൊണ്ടാണ് ഈ ശിവസൂര്യ നാടുവിട്ടത് എന്നുള്ളതാണ് എല്ലാവരും തന്നെ കരുതുന്നത്. കാരണം അത് കണ്ടെത്താൻ വേഗം തന്നെ പോലീസ് നടപടിയെടുക്കണമെന്നാണ് ആ കുടുംബം അഭ്യർത്ഥിക്കുന്നത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.